Audio Jungle. Audio Jungle. ഹലോ വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഇന്നത്തെ വീഡിയോയുടെ നമ്മൾ നോക്കാൻ പോകുന്നത് വെച്ചാൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഈ ഒരു വീഡിയോയിൽ ഹോസ്റ്റിംഗ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹോസ്റ്റിങ്ങിലേക്ക് ഡയറക്റ്റ് ആയിട്ട് അങ്ങ് എൻ്റർ ചെയ്യാൻ പറ്റില്ല. അതിന് പകരം അതായത് ഹോസ്റ്റിങ്ങിന് മുമ്പ് നമുക്ക് അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. ആ ഒരു കാര്യത്തിനെ കുറിച്ചായിട്ടായിരിക്കും ഈ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോയിൽ മെമ്മറിനെ കുറിച്ചിട്ടൊക്കെയാണ് പറഞ്ഞിരുന്നത്. അതായത് ബാറ്റൻ്റെ അല്ല, നമ്മുടെ കമ്പൈലറിൻ്റെ ഉള്ളിൽ എങ്ങനെ ഇന്ററാക്ട് നടത്തുന്നത്, ആ ഒരു കാര്യമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ഒരു കോഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു കോഡ് വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഈ ഒരു കോഡ് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഓപ്പൺ വിത്ത് ലൈവ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, HTML കോഡ് കൊടുത്തത്. നിങ്ങൾ ഇൻസ്പെക്ട് കയറിയിട്ട് എടുത്തുള്ള കൺസോളൊക്കെ കാണാനുള്ള ഓപ്ഷൻ തൊട്ടിപ്പുറത്തേക്കുള്ള സോഴ്സിലേക്ക് വരിക. ഇവിടെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ കാണുന്നുണ്ട്. നമ്മൾ എഴുതിയ കോഡ് ഇവിടെ ഉണ്ടാവും. ഞാൻ ഡീബഗ്ഗിയുടെ ഫസ്റ്റ് ലൈനിൽ സെറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഇങ്ങനെ ഒരു സിമ്പിൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡീബഗ് സെറ്റ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ റിഫ്രഷ് ചെയ്യുക. ഡിബഗ് ആയിട്ടുണ്ട്. ഡിബഗ് പോസ് ചെയ്യേണ്ടി ഇവിടെ പോസ് ചെയ്യാം. അടുത്ത ഡിബഗിലേക്ക് പോകേണ്ടിക്കലാണ് ഇവിടെ എഡിറ്റ് ചെയ്തത്. ഓക്കെ, ഞാൻ ഇവിടെ വേറെ ഡിബഗ് സെറ്റ് ചെയ്തിട്ട് അതിലേക്ക് ചാടിപ്പോകും. ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഉള്ള കാര്യം, അതായത് ഫസ്റ്റ് ലൈൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതൊക്കെ ഇതാ, ഇവിടെ നിങ്ങൾക്ക് രണ്ട് ഇത് കാണാൻ പറ്റും. ഇത് രണ്ടുമാണ് നമുക്ക് നോക്കുന്നത്. ഓക്കെ, ഇതൊന്നും ഇപ്പോൾ വേണ്ട. അതായത് സ്കോപ്പും ക്ലാസ്സും, അതായത് ഫോൾ സ്റ്റാക്കും, ഇത് രണ്ടുമാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇത് സ്കോപ്പിൻ്റെ ഉള്ളിലേക്ക് വന്ന ഇത് കാണാം. ഇവിടെ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ടും ഗ്ലോബൽ എന്ന് പറഞ്ഞിട്ട് വേറെ ഒന്നും കാണാം. ഈ ഗ്ലോബല് നമുക്ക് നോക്കാം. സ്ക്രിപ്റ്റ് രണ്ടും നോക്കേണ്ട തന്നെയാണ്. അപ്പോൾ ഈ ഗ്ലോബലിൻ്റെ ഉള്ളിൽ ഇനി ഞങ്ങൾ കയറിയാൽ ഇത് വേറെ അൺഡിഫൈൻഡ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യം കാണാം. പിന്നെ കുറെ ഫംഗ്ഷൻ ആണല്ലോ. ഓക്കെ, അത് വേറെ നമ്മൾ കൊടുത്ത വേരിയബിളിന്റെ നെയിം. ഓക്കെ, അത് എന്താ അൺഡിഫൈൻഡ് മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ കൊടുത്ത 10 ഇവിടെ എത്തിയിട്ടില്ല. ഓക്കെ, ഇതിൽ കുറെ ഫംഗ്ഷൻ ഉണ്ട്. ഇതിൻ്റെ കണ്ട ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടാകാം. അങ്ങനെ കുറെ ഉണ്ട് ഇതിൻ്റെ ഇൻബിൽഡ് ഫംഗ്ഷൻ ഒക്കെ. അതൊക്കെ ഈ ഒരു ഗ്ലോബലിൻ്റെ ഉള്ളിലാണ് സ്റ്റോർ ആണ്. ഗ്ലോബലിന് ഇതാ വിൻഡോ എന്ന് പറഞ്ഞിട്ട് വിളിക്കും. ഓക്കെ, ഒരു വിൻഡോ ഡോട്ട് അലർട്ട് എന്ന് പറഞ്ഞിട്ട് വിളിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് സെയിം ആയിരിക്കും. ഓക്കെ, ഗ്ലോബലിലെല്ലാം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടി ചെയ്ത വിൻഡോ ഡോട്ട് വേറെ എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ആക്കിയാൽ ഈ ഒരു കാര്യമായിരിക്കും പ്രിന്റ് ആവുക. ഇനി ഇതിന്റെ തൊട്ടിപ്പുറത്തുള്ള സ്ക്രിപ്റ്റ്, മേലെയുള്ള സ്ക്രിപ്റ്റ്. ഓക്കെ, ഈ സ്കോപ്പിന്റെ അണ്ടറിലാണ് ഈ രണ്ടും ഉള്ളത്. ഓക്കെ, സ്ക്രിപ്റ്റ് സ്കോപ്പും അതുപോലെ ഗ്ലോബൽ സ്കോപ്പും. പിന്നെ വേറെ ഒരു പേരും കൂടിയുണ്ട് സ്ക്രിപ്റ്റിന്, അതെനിക്ക് ഓർമ്മയില്ല. നിങ്ങൾ സ്ക്രിപ്റ്റ് ഓപ്പൺ ചെയ്താൽ അവിടെ കോൺസ്റ്റും ലെറ്റും കാണാം. അതിൽ നമ്മൾ കൊടുത്ത രണ്ട് വാല്യൂസ് ഇല്ല, അത് രണ്ടുമാണ് ഇവിടെയുള്ള. അതിൻ്റെ ഉള്ളിൽ വാല്യൂ ആയിട്ടും ഇല്ല, അൺഡിഫൈൻഡ് എന്ന് പറഞ്ഞൊന്നുമില്ല. നമ്മളൊരു വാല്യൂ സെറ്റ് ചെയ്തിട്ടില്ലെങ്കിലാണ് അൺഡിഫൈൻഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യത്തിൽ വരിക. അത് വേറെ കാര്യത്തിൽ അൺഡിഫൈൻഡ് എന്ന് പറഞ്ഞല്ല, അത് വാല്യൂ നമ്മളൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, ഇവിടെ നോക്കിയാൽ എന്താ, വാല്യൂ അൺവേരിയബിൾ, അതായത് വാല്യൂ അവൈലബിൾ അല്ല എന്നുള്ള. ഓക്കെ, ഒരു കാര്യങ്ങൾക്ക് നോക്കിയാൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഡിബഗ് അടുത്ത ലൈനിലേക്ക് പോകുന്നു. ആ ലൈനിൽ നിങ്ങൾ ഈ വേറെ കാര്യത്തിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. അടുത്ത ലൈനിലേക്ക്, അതായത് ഈ ലൈൻ കഴിഞ്ഞിട്ട് അടുത്ത ലൈനിലേക്ക് വരുമ്പോൾ വേറെ വാല്യൂ ഇവിടെ മാറി, അതായത് അൺഡിഫൈൻഡ് മാറ്റി 10 ആക്കി. അപ്പോൾ ലെറ്റിൻ്റെ മാർക്സിന്റെ കാര്യത്തിലൊന്നും മാറിയിട്ടില്ല, കാരണം ഒരു ലൈൻ ആയിട്ടാണ് കോഡ് റൺ ആവുക. ഈ ഒരു കോഡിലെ ലൈനിൽ ഫുള്ള് കോഡും റൺ ആയ ശേഷം മാത്രമേ അടുത്തൊരു ലൈനിലേക്ക് പോകും. അതായത് അടുത്ത ലൈനിലേക്ക് പോകുമ്പോഴാണ് ഈ ഒരു കോഡ് എക്സിക്യൂട്ട് ചെയ്യുക. നമ്മളിതാ അടുത്ത ലൈനിലേക്ക് പോയാൽ ഇവിടെ ലെറ്റിന്റെ വാല്യൂ ഇവിടെ വരും 20. ലെറ്റിലിപ്പോൾ വാല്യൂ വന്നാൽ എന്ത് ചെയ്യുന്നു, അത് അടുത്ത ലൈനിലേക്ക് കറക്റ്റ് കിട്ടാൻ സംഭവിക്കുക. അടുത്ത ലൈനിലേക്ക് വന്നാൽ
ഇതാ ഇവിടെ എത്തി. ഓക്കെ, അപ്പോൾ ലെറ്റിലും കോൺസ്റ്റിലും വാല്യൂസ് ഒക്കെ വന്നു. ഇനി നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇനി അടുത്ത ലൈൻ, അതായത് ഈ ഒരു കോഡ് ഫുള്ള് തീരുമ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്നാണ് നോക്കേണ്ടത്. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഫുള്ളായിട്ട് വർക്കായി. ഇപ്പോൾ സ്കോപ്പിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല, ഇപ്പോൾ കോൾ സ്റ്റാക്കിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ കോൾ സ്റ്റാക്കിനെ കുറിച്ച് നമ്മൾ ഇപ്പോൾ ഒന്നും പറഞ്ഞില്ല, അപ്പോൾ അതിനെക്കുറിച്ച് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു. ഇത് നിങ്ങൾ കോൾ സ്റ്റാക്ക് ഗ്ലോബൽ ഞാൻ ക്ലോസ് ചെയ്യുന്നുണ്ട്. ഇത് കോൾ സ്റ്റാക്ക് ഇതാ അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇപ്പുറത്ത് വേറെ ആ ഒരു ലൈൻ മാത്രം എന്ത് കാണുന്നു, കത്തമായിട്ട് കാണുന്നുണ്ട്. അതായത് എന്ത് കോഡാണോ ഇപ്പോൾ റൺ ചെയ്യുന്നത് ആ ഒരു കോഡായിരിക്കും കോൾ സ്റ്റാക്കിൽ വരിക. കോൾ സ്റ്റാക്കിൽ ജസ്റ്റ് ഒന്ന് ഇത് ചെയ്യും, എന്നിട്ട് ആ കോഡ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ലൈനിലേക്ക് പോകുമ്പോൾ ആ ഒരു മെമ്മറി സ്പേസ് എന്ത് ചെയ്യും, ഡിലീറ്റ് ആവും. എന്നിട്ട് അടുത്ത ലൈനിലെ കോഡ് അതാണല്ലോ അടുത്ത ലൈനിലെ കോഡ് തൊട്ട് താഴത്തെ അടുത്ത ലൈനിലേക്ക് പോകുമ്പോൾ എന്തായിരുന്നു, അവിടെ കോൾ സ്റ്റാക്കിലെ വീണ്ടും ഇത് മാറി. ഇപ്പോൾ F.3 ആണുള്ള അടുത്തത് വരുന്നു. ആ ഒരു പറ്റുന്ന ആ കോൾ സ്റ്റാക്ക് വർക്കാണ്. അതായത് അതിലുള്ള കോഡ് ഏത് ലൈനിലാണോ കോഡ് എടുക്കുന്നത് ആ ഒരു ഡാറ്റയായിരിക്കും ഇവിടുത്തെ ഈ കടത്തിവിടുക. ഇത് അനോണിമസ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ആയിട്ടുള്ള. ഓക്കെ, ഞങ്ങൾ തൊട്ട് താഴത്തെ ലൈനിലേക്ക് വന്നാൽ അപ്പോൾ അവിടെ എല്ലാം ഉണ്ട്. ഇനി ഇപ്പോൾ കോഡ് തീർന്നു, ആ ഒരു കോഡ് തീർന്നു എന്ന് സംഭവിച്ച് ഫുള്ള് റിഫ്രഷ് ആയി, ഫുള്ള് പോയി. ഈ ഒരു വിധത്തിലാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് നടക്കുന്നത്. ഇനി നമുക്ക് ബ്ലോക്ക് സ്കോപ്പ് നോക്കണം. ഓക്കെ, ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു ഡാറ്റയൊക്കെ കട്ട് ചെയ്തെടുത്ത്. ഓക്കെ, ഈ ബ്ലോക്കിന് വേണ്ടി ജസ്റ്റ് ഇങ്ങനെ ബ്രാക്കറ്റ് കൊടുത്താൽ മതി. ഓക്കെ, ഇത് ഒരു ബ്ലോക്ക് സ്കോപ്പ് ആയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഈ ബ്ലോക്കിൻ്റെ ഉള്ളിൽ കൊടുത്ത കാര്യം നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് നമുക്ക് റൺ ചെയ്ത് നോക്കാം. എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ് എന്ന് അർത്ഥം കാണിക്കുന്നു. വേറെ ഡിഫൈൻഡ് ആണെന്ന് ഓർ പറയണം. ഇനി ജസ്റ്റ് വേറെ മാത്രം നോക്കി വെക്കാം. വേണ്ട, വേറും ലെറ്റും കോൺസ്റ്റും മാത്രം നോക്കാം. കോൺസ്റ്റിൻ്റെ കാര്യം ഇപ്പൊ ഒന്നും മറക്കില്ലല്ലോ. കോൺസ്റ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ് ആണ് ഇപ്പൊ കാണിക്കുന്നത്. ഇനി അതും കൂടി നമ്മൾ റിമൂവ് ചെയ്യാം. ഓക്കെ, ഇനി ക്ലിയർ അടിച്ചിട്ട് നോഡ് ആക്കി. ഓക്കെ, ഇപ്പോൾ ആ ഒരു വാല്യൂ പ്രിന്റ് ആയിട്ടുണ്ട്. ഈ ഒരു ബ്ലോക്കിന്റെ ഉള്ളിൽ കൊടുത്ത കാര്യം, അതായത് ലെറ്റിന് കോൺസ്റ്റിന് നമുക്ക് എന്ത് കഴിയാൻ പറ്റിയിട്ടില്ല, ഈ ഒരു ബ്ലോക്കിന്റെ പുറത്തൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ഇന്ന് ബ്ലോക്ക് സ്കോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ലെറ്റും കോൺസ്റ്റും ബ്ലോക്ക് സ്കോപ്പാണ്. ആ ഒരു ബ്ലോക്ക് ബ്രാക്കറ്റ് പുറത്ത് ക്ലോസ് ആകുന്നതിനുള്ളിൽ എന്ത് സംഭവിക്കും, ഒരു ഡാറ്റ സ്റ്റോർ ആവും. ഈ ഒരു ഡാറ്റ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു മെമ്മറി സ്പേസ് ഡിലീറ്റ് ആവും. ജസ്റ്റ് എന്ത് ചെയ്ത് ഡിബഗ് ചെയ്ത് നോക്കാം. സെക്കൻഡ് ലൈനിൽ വന്നപ്പോൾ എന്താ സംഭവിച്ചത്, ഈ സ്കോപ്പിന്റെ ഉള്ളിൽ ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ടായി. അതായത് പുതിയ ഒരു ഇതാണിത്. ഓക്കെ, ബ്ലോക്ക് സ്കോപ്പ്. ഓക്കെ, അതിന്റെ ബ്ലോക്ക് സ്കോപ്പ് എന്ന് പറയുന്നത് ബ്ലോക്ക് സ്കോപ്പിൽ ലെറ്റിലും കോൺസ്റ്റിലും വാല്യൂ അസൈൻ ചെയ്തിട്ടില്ല. അത് നമുക്ക് നെക്സ്റ്റ് ലൈനിലേക്ക് പോയാൽ വാല്യൂ അസൈൻ ചെയ്യുന്നതായിട്ടാണ്. ഓക്കെ, ഒരു വേറെ വാല്യൂ അസൈൻ ചെയ്തിട്ടുണ്ട്. വേറെ ഏരിയ കിടക്കുന്നത് ഇപ്പോൾ ഗ്ലോബലിലാണ്. ഗ്ലോബലിലുള്ള കാര്യം നമുക്ക് എവിടെ നിന്ന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഈ ഒരു പേജിൽ തന്നെ ആവുന്നില്ല. അത് നമ്മൾ ഇനി വേറൊരു പേജിലാണെങ്കിൽ അവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഡിസഡ്വാൻറ്റേജും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എന്താ സംഭവിച്ചത്, ബ്ലോക്ക് സ്കോപ്പിൽ ഇത് രണ്ടുമുണ്ട്. ഇനി നിങ്ങൾ അടുത്ത ലൈനിലേക്ക് പോയാൽ ഇവിടെ വാല്യൂ വരുന്നതായിട്ടാണ്. ഓക്കെ, ലെറ്റ് 20 ആയി. അടുത്ത ലൈനിലേക്ക് വന്നാൽ ഒന്ന് സംഭവിച്ചത്, ആ ഒരു ബ്ലോക്ക് സ്കോപ്പ് ഇപ്പോൾ കാണുന്നതിനില്ല. പോയി. ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ശ്രമിച്ചു നോക്കുക. ബ്ലോക്കിൽ ഇപ്പോൾ ഉണ്ട്, കാര്യങ്ങൾ ഉണ്ട്. നിങ്ങൾ അടുത്ത ലൈനിലേക്ക് പോകുമ്പോൾ ആ ബ്ലോക്കിൽ നിന്ന് എക്സിറ്റ് ആകുമ്പോൾ ഒരു ബ്ലോക്ക് സ്കോപ്പ് അവിടെ പോയി. ആ ബ്ലോക്ക് സ്കോപ്പിൻ്റെ ഉള്ളിൽ ഏറ്റവും കോൺസ്റ്റാണ് ഞങ്ങൾ കൊടുക്കുന്നത്. എന്നാ സംഭവിക്കും, ആ ബ്ലോക്കിൻ്റെ ഉള്ളിൽ നമുക്ക് അത് യൂസ് ചെയ്യാം. ഓക്കെ, ബ്ലോക്കിന് പുറത്ത് വന്നാൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു വിധത്തിലാണ് ബ്ലോക്ക് സ്കോപ്പ് വർക്കാകുന്നത്. വേറെ കാര്യത്തിൽ നോക്കിയാൽ വേറെ നമുക്ക് യൂസ് ആവും, കാരണം ഇതൊരു ഗ്ലോബൽ സ്കോപ്പാണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാം. പക്ഷേ ലെറ്റും കോൺസ്റ്റും ബ്ലോക്ക് സ്കോപ്പാണ്. അതുകൊണ്ടാണ് അതിന് ബ്ലോക്ക് സ്കോപ്പ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഫങ്ഷണൽ സ്കോപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സ്കോപ്പും കൂടി ഉണ്ട്. ജസ്റ്റ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, ഈ ഞങ്ങൾക്ക് ജാവയിൽ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുന്നത് അറിയാം. ഇവിടെ എന്താ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ കൊടുക്കുക ബ്രാക്കറ്റ്, പിന്നെ ഈ ഒരു ബ്രാക്കറ്റ് കൊടുക്കുക. അങ്ങനെയായിരുന്നു. അതായത് ഇന്ത്യൻ ഉദ്ദേശിക്കുന്നത് അതിലുള്ള റിട്ടേൺ ടൈപ്പ്. നമുക്ക് ഈ എടുത്ത ഫംഗ്ഷനകത്ത് റിട്ടേൺ ടൈപ്പ് ഒന്നും മെൻഷൻ ചെയ്യണ്ട, അത് താൻ തന്നെ കമ്പൈലർ ആക്കിക്കോളൂ. ഓക്കെ,
ഫംഗ്ഷൻ നെയിം എന്താണെന്ന് വെച്ചാൽ കൊടുക്കുക. ഞാൻ നെയിം നെയിം കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്ത് റിട്ടേൺ ടൈപ്പ് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഇത് കമ്പൈലർ തന്നെ എടുത്തോളൂ, ഉണ്ടോ ഇല്ലയോ നമുക്ക് അത് നോക്കൂ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ എന്ത് ചെയ്യാം, ഈ ഒരു ഫംഗ്ഷന്റെ ഉള്ളിലുള്ള കാര്യം നമുക്ക് പുറത്ത് വെച്ച് യൂസ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഞാൻ ലെറ്റിംഗ് മോസ്റ്റും ബ്ലോക്ക് സ്കോപ്പാണ് അറിയാലോ, ഇതിന്റെ പുറത്തുനിന്ന് നമുക്ക് അതെന്തായാലും യൂസ് ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് നമുക്ക് വേറെ കാര്യം കൂടി ചെക്ക് ചെയ്ത് നോക്കാം. വേറുക അൺഡിഫൈൻഡ് എന്നാണ് കാണിക്കുന്നത്. അടിയൊന്നും നടക്കുന്നത് ജസ്റ്റ് നമുക്ക് ഡീബഗ് ചെയ്ത് നോക്കാം. ഇപ്പോ വേറെ ഏതിലാണ് വന്നിട്ടുള്ളത്? ഡീബഗ് നടന്നിട്ടില്ല. ഡീബഗ് നടക്കാതെ കാരണം ഇവിടുത്തെ ഫസ്റ്റ് ലൈൻ കോഡ് ഏതാണെന്ന് നിങ്ങൾ നോക്കിയാൽ കാണാം, ഇതാണ് ഫസ്റ്റ് ലൈൻ കോഡ്. ഇവിടെയാണ് ആദ്യമായിട്ട് ഒരു വർക്കിംഗ് നടക്കുന്നത്. ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ കോൾ ചെയ്തെങ്കിൽ മാത്രമേ ഇവിടെ വർക്കാവും. അപ്പം ആ ഒരു കോഡ് ഇതുവരെ വർക്കായിട്ടില്ല. ഞാൻ ഈ ഒരു ഫംഗ്ഷൻ ഇവിടെ വെച്ച് കോൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം വർക്കിംഗ് എങ്ങനെ പോകുന്നത്. അപ്പോൾ എന്താ ഇവിടെ കിട്ടിയേ, അതായത് ഇവിടെ ഡിബഗ് നടന്നിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെ നടന്നാലും ജസ്റ്റ് നമുക്ക് നോക്കാം. സ്കോപ്പിന്റെ അകത്ത് കയറിയാൽ സ്കോപ്പിന്റെ അകത്ത് ഗ്ലോബൽ മാത്രമാണ്. ഗ്ലോബലിന്റെ അകത്താണ് ആ ഒരു വേറെ ഒരു കാര്യമില്ല. നെക്സ്റ്റ് ലൈനിലേക്ക് വന്ന എററുടെ നമുക്ക് ത്രോ ചെയ്യും നടക്കാൻ നമുക്ക് എറർ ത്രോ ചെയ്യുക, അല്ലാണ്ട് വേറെ ഒന്നും ഇവിടെ നടക്കും. ഇത് വേറെ എന്ന് വെച്ചാൽ ഇത് ഒരു ഫംഗ്ഷണൽ സ്കോപ്പാണ്. ഓക്കെ, ഇത് വേറൊരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ കൊടുക്കുന്നെങ്കിൽ അത് നമുക്ക് പുറത്ത് വെച്ച് ഡിക്ലെയർ ചെയ്യാൻ പറ്റും, അതായത് യൂസ് ചെയ്യാൻ പറ്റില്ല. ബ്ലോക്കിൻ്റെ ഉള്ളിലാണ് കൊടുക്കുന്നതെങ്കിൽ അത് നമുക്ക് യൂസ് ചെയ്യാം. ഒരു കാര്യമാണ് ഈ ഒരു വ്യത്യാസമായിട്ടുള്ളത്. ഓക്കെ, അതുപോലെ ലെറ്റിംഗ് മോസ്റ്റ് എന്തായാലും നമുക്ക് എടുക്കാൻ പറ്റില്ല, അത് ബ്ലോക്ക് സ്കോപ്പാണ്. അതുപോലെ വേറെ കാര്യം നോക്കിയാൽ അതൊരു ഫംഗ്ഷണൽ സ്കോപ്പാണ്. ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിലാണ് നമ്മൾ എന്തെങ്കിലും ഡിക്ലെയർ ചെയ്യുന്നതെങ്കിൽ ആ ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യമാണ് മെയിനായിട്ട് അറിഞ്ഞെടുക്കുന്നത്. അപ്പോൾ അതിപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഈ ഒരു കോൾ സ്റ്റാക്ക് എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് ഓരോ ഡാറ്റ, അതായത് കമ്പയർ ചെയ്യുന്ന ആ ഒരു ടൈമിലാണ് ഈ ഒരു ഡാറ്റയൊക്കെ പാസ് ചെയ്യുന്നത്. ഇവിടെ നോക്കിയാൽ നമുക്ക് നോക്കാം. ഓക്കെ, ഈ ആടെ കമ്പയർ വെച്ചിട്ടുണ്ട് ഡിബഗർ. അപ്പോൾ എന്താണ് ഫംഗ്ഷൻ നെയിം എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഇല്ലുണ്ടോ? നെയിം എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഇവിടെ ഉണ്ട്. ഓക്കെ, അതായത് app.js1. ഓക്കെ, ഇവിടെ ആർഗ്യുമെന്റിനുള്ളിൽ ലെങ്ത്തിനുള്ളിൽ നെയിം ആ ഒരു ഫംഗ്ഷൻ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഒരു രജിസ്റ്റർ ചെയ്ത ഗ്ലോബൽ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്കോപ്പിലാണ് രജിസ്റ്റർ ചെയ്തത്. ലൈനിലേക്ക് നമ്മൾ വന്നാൽ അത് ഇവിടുത്തെ ഇവിടെ വരും. അപ്പോൾ വേറെ ഏരിയ ലോക്കൽ സ്കോപ്പ്, അതായത് ലോക്കൽ നമ്മൾ അധികം ഡിസ്കസ് ചെയ്തിട്ടില്ല. ഇത് ലോക്കൽ മെയിനായിട്ട് വർക്കാകുന്നില്ല, ഫംഗ്ഷൻ്റെ ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ ഫംഗ്ഷൻ്റെ ഉള്ളതാണ് ആ ഒരു ബ്ലോക്ക് സ്കോപ്പ് വർക്കാകുന്നത്. ഓക്കെ, ലോക്കൽ സ്കോപ്പ് ഒരു കാര്യം ചിലപ്പോൾ നമ്മൾ ഇപ്പോൾ ആയിരിക്കും വേണ്ടത്, നോക്കിയാൽ എന്തായാലും നന്നായി. ലോക്കൽ സ്കോപ്പ് ലൈനിലേക്ക് പോയാൽ ലോക്കൽ സ്കോപ്പിൽ ഇപ്പോൾ വേറെ അൺഡിഫൈൻഡ് നടത്താണ്. അതിപ്പോൾ എന്താവും 10. ഓക്കെ, അടുത്ത ലൈനിലേക്ക് നമ്മൾ വന്നിട്ട് വേറെ 10 എന്നിട്ട് വാല്യൂ അവിടെ സെറ്റ് ആയി. ഇതാ അടുത്ത ലൈനിലേക്ക് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ലെറ്റിലും കൂടി വാല്യൂ അവിടെ സെറ്റ് ആയി. അതായത് ലോക്കൽ സ്കോപ്പിലാണ് ഒക്കെ നടക്കുന്നത്. ഇത് അടുത്ത ഒരു ലൈനിലേക്ക് വന്നാൽ അപ്പോൾ അവിടെ കോൺസ്റ്റന്റ് 10 എന്നിട്ട് വാല്യൂ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ലൈനിലേക്ക് വരുന്നു. അതായത് ആ ഒരു ലൈൻ ഇവിടത്തേക്കാണ് വരിക. ആ ഒരു ടൈമിൽ നടക്കുന്നത് വെച്ചാൽ ആ ഒരു ഡാറ്റ ഫുള്ളായിട്ട് റിമൂവ് ചെയ്ത് ഡിലീറ്റ് ചെയ്ത്, അതായത് ഈ ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ നടക്കുന്നത് വെച്ചാൽ ആ ഒരു കോൾ ചെയ്യുന്ന ടൈമിൽ ഇതിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതായത് ലോക്കലിനാണ് സ്റ്റോർ ചെയ്യുക. ഓക്കെ, ലോക്കൽ നാട്ടിലുള്ള പ്രത്യേക മെമ്മറി സ്പേസിലാണ് അതിൻ്റെ ഉള്ളിലുള്ള ഡിക്ലെയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സ്റ്റോർ ആകുക. ആ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്താൽ, അതായത് നെയിം വർക്ക് ചെയ്യാൻ കോൾ ചെയ്യുക, ആ ഒരു ടൈമിൽ മാത്രമേ ലോക്കലിലുണ്ടാവും. അതിന് ഫുള്ളായിട്ട് വർക്ക് ചെയ്ത് തിരിച്ച് ഇവിടത്തേക്ക് എത്തുമ്പോൾ അടുത്ത ലൈനിലേക്ക് വരുമ്പോൾ ആ ഒരു ലോക്കലിൽ സ്റ്റോർ ചെയ്ത ഡാറ്റ ഡിലീറ്റ് ചെയ്യും. ഓക്കെ, ആ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഗാർബേജ് ഫിൽട്ടർ അങ്ങനെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഓക്കെ, അതാണ് ഇവിടെ ഗാർബേജ് ചെയ്യുന്നത്, അതായത് ക്ലീൻ ചെയ്യുന്ന പരിപാടി നടത്തുന്ന. അതിനെക്കുറിച്ചൊക്കെ എനിക്ക് പിന്നെ പറയാം. ഓക്കെ, ഈ ഒരു വീഡിയോയിലൂടെ കണ്ടിട്ടുണ്ടാവും കോൺസ്റ്റും എന്ത് ബ്ലോക്ക് സ്കോപ്പാണ്, അതുപോലെ തന്നെ വേറെന്താ ഒരു ഗ്ലോബൽ സ്കോപ്പാണ്. അതൊരു ഫംഗ്ഷൻ്റെ ഉള്ളിലാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നതെങ്കിൽ ഒരു ഫംഗ്ഷണൽ സ്കോപ്പായിട്ടും ആക്ട് ചെയ്യും. ഓക്കെ, ആ ഒരു വിധത്തിലാണ് ഈ ഒരു വേറെ കാര്യം വർക്കാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു കാര്യങ്ങളായിരുന്നു പറഞ്ഞുതരാം. ഓക്കെ, മെമ്മറിനെ കുറിച്ചിട്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ധാരണ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നിർത്തിയത് ഇവിടെ ലാസ്റ്റ് ലൈനിലാണ്.
അടുത്ത ലൈനിലേക്ക് നമ്മൾ പോയാൽ എന്ത് സംഭവിക്കും, മൊത്തം ഡിലീറ്റ് ആവും. ഓക്കെ, മൊത്തം ഗാർബേജ് ചെയ്ത് നമുക്ക് ഒഴിവാക്കും. ഒരു കാര്യം കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് എന്ത് ഹോസ്റ്റിംഗ് പഠിക്കുന്നതിന് മുമ്പ് ഒരു നോളജ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഹോസ്റ്റിംഗ് കറക്റ്റായിട്ട് പറഞ്ഞു തന്നിട്ട് ആർത്തിരും. ഓക്കെ, ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ട്. യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ടേക്ക് കെയർ, താങ്ക് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്തോ?